ഇങ്ങനെ ചെയ്തു താങ്കൾ എന്റെ വീട്ടിൽ വന്നോ? അത് പറയാൻ പറ്റൂല, പേഴ്സണൽ ആണെന്ന്. മേ ബി ദാറ്റ്സ് അനദർ യൂട്യൂബേഴ്സ്. ഉള്ള ശോകം അത് എന്നോടാണോ ചോദിക്കണ? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഒരു ഡോണ്ട് കോൾ മീ മാം. ഓക്കെ ഐ ഡോണ്ട് ലൈക്ക്. ഓക്കെ ഞാൻ എന്തൊന്ന് വിളിക്കണം? നെയിം വിളിക്കുന്നോണ്ട് മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഞാനോ? അമേസിങ് ആമി ആൻഡ് തനു എന്നുള്ള ആ ഒരു ചാനൽ 100 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. എന്താണ് ഇപ്പോൾ മനസ്സിലുള്ള ഫീലിംഗ്? എനിക്ക് സന്തോഷം മാത്രം, കാരണം എല്ലാം എൻ്റെ കഴിവാണ്. അമേസിങ് ആമി ആൻഡ് തനു എന്നുള്ള ചാനൽ തുടങ്ങാനുള്ളൊരു പ്രചോദനം, മോട്ടിവേഷൻ എന്തായിരുന്നു? മേ ബി ദാറ്റ്സ് അനദർ യൂട്യൂബേഴ്സ്. ഓ ഐ സി. ആ ചാനൽ ഇപ്പോൾ എന്താണ് ആ ചാനലിൻ്റെ അവസ്ഥ? ഉള്ള ശോകം. എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം, പൊടി തട്ടി എടുക്കണം. ഐ തിങ്ക് ഇറ്റ്സ് എനിക്ക് അറിഞ്ഞൂടാ. ആമി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ എവിടെ ഇരിക്കുന്നു? ആമി ഇപ്പോൾ 8th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്താണ് ആമിയുടെ ഭാവി പരിപാടികൾ? ദാറ്റ്സ് പേഴ്സണൽ. ഐ കാൻറ്റ് ടെൽ. അത് പറയാൻ പറ്റൂല, പേഴ്സണൽ ആണെന്ന്. ഓക്കെ. ഈ അമേസിങ് ആമി ആൻഡ് തനു എന്നുള്ള ചാനൽ ആമി തന്നെയാണോ കൈകാര്യം ചെയ്യുന്നത്? അത് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വേറെ ആരെങ്കിലും? മൈ ഡാഡ്. ഓ, താങ്കളുടെ ഡാഡാണല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? ഓക്കെ. താങ്കളുടെ ഡാഡിന് താങ്കളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് എന്നോടാണോ ചോദിക്കണ? അല്ല മാം, ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. ഞാനൊരു തലതെറിച്ച കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല സോറി, എൻ്റെ ഡാഡിന് തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് യൂട്യൂബറിനെയാണ് താങ്കൾക്ക് ഒരു റോൾ മോഡൽ എന്നുള്ള രീതിയിൽ വെക്കാൻ പറ്റുന്നത്? അങ്ങനെയൊന്നുമില്ല, കുറെ പേരുണ്ട്. എന്നാലും ഫേവറേറ്റ് ആയിട്ടുള്ള 1-2 പേഴ്സൺസ് കാണുമല്ലോ. അതൊന്നും പറയാൻ പറ്റൂല. ഈ അമേസിങ് ആമി ആൻഡ് തനു എന്നുള്ള ചാനൽ താങ്കൾ മാത്രമാണോ കൈകാര്യം ചെയ്യുന്നത്? അതേ താങ്കളുടെ സിബ്ലിങ്സ്, സിസ്റ്റർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അതിൽ? അതൊരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ എന്ത് ചെയ്യുന്നു? സിസ്റ്ററിനെ കണ്ടില്ലല്ലോ ഇന്റർവ്യൂവിന്. സിസ്റ്റർ വേണ്ട, അതൊരു ദുരന്തമായതുകൊണ്ട്. ഓ സോ സാഡ്. പാവം. സിസ്റ്റർ വിളിച്ചാൽ വരില്ല. അതെന്താ? ആളൊരു ഇൻട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് ഒന്നുമല്ല, വാ തുറന്ന പുള്ളി ചളിയിൽ എന്നെ എയറിലാക്കുന്നതാണ് അവളെ പണി, അതുകൊണ്ട് വേണ്ട. ഓക്കെ. ആരാണ് താങ്കളെ ഇത്രയും മോട്ടിവേഷൻ തരുന്നത്? ഞാൻ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. എങ്ങനെയാണ് താങ്കളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? സ്വന്തമായിട്ടിരുന്ന് പറയും എന്തെന്ന്, മനസ്സിൽ ഞാൻ തന്നെ പറയും, എന്നെ കൊണ്ട് പറ്റും, ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് അങ്ങ് ചെയ്യാം. ഓക്കെ. ഇനി ചാനലുമായിട്ട് അല്ലാതെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. 2K കിഡ്സ് ആണോ ബെറ്റർ, 90s കിഡ്സ് ആണോ ബെറ്റർ? താങ്കൾ ഇടയ്ക്കിടയ്ക്ക് താങ്കളുടെ അമ്മയെ കളിയാക്കുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെ ചെയ്തു? താങ്കൾ എൻ്റെ വീട്ടിൽ വന്നോ? ഞാനങ്ങനെ എവിടെയോ ഒരു ഇത് കേട്ടിട്ടുണ്ട്. അത് റൂമറാണോ എന്നറിയില്ല. താങ്കൾ എപ്പോഴും 90s കിഡ്സ് എന്ന് വിളിച്ച് കളിയാക്കുന്നു, വളരെ പരിതാപകരമായി 90s കിഡ്സിനെ അപമാനിക്കുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. മേ ബി ഇറ്റ്സ് ഫേക്ക്. ഓക്കെ, അത് ഫേക്ക് ആണോ? അതെ. മുഖത്ത് നോക്കിയാണ് കള്ളമാരി. അപ്പൊ എന്താണ് 2K കിഡ്സും 90s കിഡ്സും അവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ്? 2K kids, 90 kids. 90s-ൽ 9 ഉണ്ട്, 2K-ൽ 2 ഉണ്ട്. ഈ ചളിയൊക്കെ എവിടെ നിന്നാണ് താങ്കൾ പഠിച്ചത്? അതിനൊരു പ്രത്യേക ഒരാളുണ്ട്. അതാരെന്തായാലും പഠിപ്പിച്ച് തരാൻ വേണ്ടി ഒരാളുണ്ട്. അതാരാണ്? താങ്കളുടെ മോട്ടിവേറ്റർ ആണോ, അല്ലെങ്കിൽ താങ്കളുടെ റോൾ മോഡലാണോ ഈ ചളിയുടെ കാര്യത്തിൽ? അത് ആരാണ്? അതൊരാളാണ്, ഞാൻ അത് മെൻഷൻ ചെയ്യാം. ആ ആളിനെ കുറിച്ചൊന്ന് പറയാമോ? കാരണം ഇത്രയും നല്ല ചളികൾ പറഞ്ഞു തരുന്നതിൽ ആ ആള് ആയിരിക്കും ഇവിടെ ഇല്ല, വളരെ വലുതാണ്. അപ്പൊ ആ ആളിനെ കുറിച്ച് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. ആ ആളിപ്പോ ഇവിടെ ഇല്ല. കുറച്ച് കഴിയുമ്പോ വരേണ്ടതാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാൻ എക്സ്ട്രാ ഒരു വീഡിയോ ആയിട്ട് തരുന്നതാണ്. ഓക്കെ. യുവ തലമുറയെ കുറിച്ച് അല്ലെങ്കിൽ 2K കിഡ്സിനെ കുറിച്ച് എന്താണ് ആമിയുടെ അഭിപ്രായം? നല്ല അഭിപ്രായം. എന്നുവെച്ചാൽ നല്ല അഭിപ്രായം ഉണ്ട്, അഴുക്ക അഭിപ്രായം ഉണ്ട്.
എന്താണ് അഴുക്ക അഭിപ്രായവും എന്താണ് നല്ല അഭിപ്രായവും? നല്ല അഭിപ്രായം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നല്ല അഭിപ്രായം എനിക്ക് അറിഞ്ഞുകൂടാ. ശരിയാ അഭിപ്രായം എല്ലാരും കഞ്ചാവിനോട് അങ്ങനെയാവും. ഇപ്പൊ 2K കിഡ്സ് ആണോ 90s ആണോ നല്ലത്? 2K കിഡ്സ് ആണ് നല്ലത്. പക്ഷേ 90s കിഡ്സ് അല്ലേ, 2K കിഡ്സ് വെച്ച് നോക്കുമ്പോ 90s ആണ് better. 90s ആണ് ബെറ്റർ. അപ്പൊ ആ ഒരു ഇത് നിനക്കുണ്ട്. ഉണ്ട്. പിന്നെ എന്താണ് 2K കിഡ്സിന് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം, ഒരു അഡ്വൈസ്? Don't use കഞ്ചാവ്. It causes cancer. So be careful. നിന്റെ മമ്മി 90s കിഡ്സ് അല്ലേ? തന്നല്ലോ. നീ എപ്പോഴും കളിയാക്കാറില്ലേ? ഇല്ലല്ലോ. ഞാൻ എപ്പോ കളിയാക്കി? എപ്പോഴും. ഓക്കെ. അത് ഉള്ളിന്റെ ഉള്ളിൽ തട്ടി കളിയാക്കുന്നതാണ്, വെറുതെ കളിയാക്കുന്നത്? വെറുതെ കളിയാക്കുന്നു. എനിക്കിതറിഞ്ഞാൽ മാത്രം മതി. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു.